ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ എഫക്ട്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ബാക്കി പോർഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. അടുത്തത് വരുന്നത് പെസ്റ്റിസൈഡ് റിലേറ്റഡ് പ്രോബ്ലംസ്. പെസ്റ്റിസൈഡ്സ് മീൻസ് കീടനാശിനികളൊക്കെ അല്ലേ നമ്മൾ ഈ ക്രോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ക്രിയേറ്റിംഗ് റെസിസ്റ്റൻസ് ഇൻ പെസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസിങ് ന്യൂ പെസ്റ്റ്. അതായത് നമ്മൾ ഈ കീടനാശിനികളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പെസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഓരോ ക്രോപ്പിലൊക്കെ ഓരോ ജന്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ഇത് റെസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പുതിയ പുതിയ ഓരോ പെസ്റ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ സൂപ്പർ പെസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഡെത്ത് ഓഫ് നോൺ ടാർഗറ്റ് ഓർഗാനിസം. അതായത് നമുക്കറിയാം, അപ്പോൾ ഒരു പയർ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഏകദേശം എന്തൊക്കെ ജന്തുക്കൾ അത് കേടുവരുത്തും എന്നുള്ളത്. അപ്പോൾ അതിന് പുറമെ നമ്മൾ വരുന്ന ജന്തുക്കൾക്ക് പുറമെ മറ്റുള്ള ഓർഗാനിസത്തിന് എന്ത് ചെയ്യും, ഈ ഒരു പെസ്റ്റിസൈഡ്സൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ അത് ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്, നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഓർഗാനിസംസ് അല്ലാത്തതൊക്കെ. ഓക്കെ. ദെൻ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിസത്തിലൊക്കെ ഉള്ള എന്തെങ്കിലും ഈ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെയൊക്കെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഓക്കെ. നമ്മൾ ഈ പെസ്റ്റിസൈഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊക്കെ ടോക്സിക് സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ നമ്മുടെ ഫുഡ് ചെയിൻ ലൈഫ് സൈക്കിളിലൊക്കെ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യാണ്, ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഓർഗാനിസത്തിലൊക്കെ ആ ഒരു സബ്സ്റ്റൻസ് ഇൻക്രീസ് ചെയ്യണം. അതാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഒരു പെസ്റ്റിസൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, DDT എന്ന് പറയും. യൂസ് ചെയ്യുന്ന ഒരു പെസ്റ്റിസൈഡാണ് ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ ആണ്. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് ഈ DDT എന്ന് പറയുന്നത്. നമ്മുടെ സെല്ലുലാർ ആൻഡ് DNA ചേഞ്ചിനൊക്കെ ഇത് കാരണമാവും. അതുപോലെ തന്നെ ഡിസ്ട്രപ്ഷൻ ഓഫ് ഹോർമോണൽ സിസ്റ്റം. നമ്മുടെ ഹോർമോണൽ സിസ്റ്റത്തിനൊക്കെ ഇതൊക്കെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഹോർമോണൽ സിസ്റ്റം എന്ത് ചെയ്യും, കേടുവരും. അതുപോലെ തന്നെ ഇൻ്റർ ജനറേഷണൽ എഫക്ട്സ്, നമ്മുടെ ജനിതകമായിട്ട് ഓരോ ജനറേഷനിലും ഇതിൻ്റെ ഒരു മാറ്റങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. ദെൻ ഡെത്ത് ഓഫ് ഓർഗാനിസം. അതുപോലെ തന്നെ ജന്തുക്കളൊക്കെ മരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ സെറിബ്രൽ ഹെമറേജ്, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, ലിവർ ഡാമേജ്, ഇതുപോലെയുള്ള രോഗങ്ങൾക്കൊക്കെ എന്ത് കാരണമാവും, ഈ DDT കാരണമാവും. ദെൻ എഫക്ട്സ് കാൽസ്യം മെറ്റബോളിസം ഇൻ ബേർഡ്സിലുള്ള കാൽഷ്യം മെറ്റബോളിസത്തിന് ഇത് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ DDT ബാൻഡ് ഇൻ മെനി കൺട്രീസ്. അതായത് ഒരുപാട് കൺട്രീസിൽ എന്താണ്, ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു പെസ്റ്റിസൈഡ് അവിടെ നിരോധിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ. അടുത്തത് വരുന്നത് വാട്ടർ ലോഗിങ്. നമ്മൾ വാട്ടർ ലോഗിങ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് വാട്ടർ ലോഗിങ്? സാച്ചുറേഷൻ ഓഫ് സോയിൽ വിത്ത് വാട്ടർ. അതായത് വെള്ളത്തിലുള്ള മണ്ണിൻ്റെ ആ ഒരു അളവ്, അതിനെയാണ് വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത്. അത് കുറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ കൂടിക്കഴിഞ്ഞാലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ഒരു ഫാമേഴ്സിനൊക്കെ കൃഷി ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെയാണ് കാരണങ്ങളെന്നാണ് പറയുന്നത്. ഓവർ ഇറിഗേഷൻ ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ് ബൈ ഫാമേഴ്സ്. അതായത് ഫാമേഴ്സ് നമ്മൾ ഒരുപാട് ജലസേചനം കാര്യങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണൊക്കെ എന്ത് ചെയ്യുക, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ദെൻ ഇനാഡക്വേറ്റ് ഡ്രെയിനേജ് കോസസ് എക്സസ് വാട്ടർ ടു അക്യുമുലേറ്റ്. അതായത് നമ്മൾ ഒരുപാട് വെള്ളം എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് വെള്ളം ഇങ്ങനെ കൂടി നിന്നിട്ട് ആ ഒരു വിളയ്ക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പിന് എന്ത് ചെയ്യും, അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും, അല്ലെങ്കിൽ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ ഓവറായിട്ട് ഇറിഗേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ പോർ സ്പേസസ് ഇൻ ദ സോയിൽ ഫുള്ളി ഡ്രെഞ്ച്ഡ് വിത്ത് വാട്ടർ. ഇങ്ങനെ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ സോയിലിൽ ഒരുപാട് ഈ വെള്ളം വലിച്ചെടുക്കാനുള്ള പോർ അല്ലെങ്കിൽ ഓരോ കുഴികൾ പോലെ ഓരോ സ്പേസസ് ഉണ്ട്. അതൊക്കെ ഫുള്ളി
എന്ത് ചെയ്യും, വാട്ടറുമായിട്ട് എന്ത് ചെയ്യും, വാട്ടർ ഫില്ല് ചെയ്യും അതിൻ്റെയൊക്കെ ഉള്ളിൽ. ദെൻ വാട്ടർ ടേബിൾ റൈസസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്ടർ ടേബിൾ ഉണ്ട്. വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ മണ്ണിലുള്ള വാട്ടറിൻ്റെ ഇത്ര കൃഷിക്ക് ഇത്ര ലെവൽ വേണം എന്നുള്ളൊക്കെ ഒരു കണക്കാണ് അതിലുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യും, വാട്ടർ ടേബിൾ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. റോഡ്സ് ഓഫ് പ്ലാന്റ്സ് ഡു നോട്ട് ഗെറ്റ് എയർ ഫോർ റെസ്പിറേഷൻ. നമ്മുടെ പ്ലാന്റ്സിൻ്റെ റോഡ്സിലേക്ക് ഒന്നും എന്തെത്തില്ല, അവർക്ക് റെസ്പിറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയർ ഒന്നും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരും. ദെൻ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഓഫ് സോയിൽ ഡിക്ലൈൻ. അതായത് ഒരുപാട് വെള്ളം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താ, ആ ഒരു മണ്ണിലുള്ള അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ത് ചെയ്യാണ്, ഓട്ടോമാറ്റിക്കലി കുറയുകയാണ് ചെയ്യുന്നത്. ദെൻ ക്രോപ്പ് ഈൽഡ് ഫാൾസ്. നമ്മുടെ കൃഷിയിലുള്ള അതിൻ്റെ വിളവെടുപ്പൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് കുറയും അല്ലെങ്കിൽ ഫാൾ ചെയ്യും. ദെൻ അതിനുള്ള റെമഡിയാണ്, അതിനുള്ള മുൻകരുതലുകളൊക്കെയാണ് പറയുന്നത്. പ്രിവെൻറ്റിങ് എക്സസീവ് ഇറിഗേഷൻ. അതായത് നമ്മളെന്താ ഓവറായിട്ട് ഇറിഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജലസേചനം വെള്ളമൊക്കെ കൊടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത് എന്ത് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം, തടയണം. ദെൻ സബ്സർഫേസ് ഡ്രെയിനേജ് ടെക്നോളജി വിത്ത് ട്രീസ് ലൈക്ക് യൂക്കാലിപ്റ്റസ്. അതായത് ഇങ്ങനെ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം എന്താ, ഈ മണ്ണിലൊക്കെ കുറച്ച് ഈ തണുപ്പും ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നിലനിർത്തുന്ന തരത്തിലുള്ള ട്രീസ് ലൈക്ക് യൂക്കാലിപ്റ്റസ് ഒക്കെ എന്ത് ചെയ്യുക, കുഴിച്ചിടുക. അതുപോലെ തന്നെ ബയോ ഡ്രെയിനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാച്ചുറൽ വെജിറ്റബിൾ കവറാണ് ഈ ബയോ ഡ്രെയിനേജ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മരത്തടികൾ അതുപോലെ തന്നെ അഗ്രികൾച്ചർ ക്രോപ്സൊക്കെ എന്ത് ചെയ്യുക, അവരുടെ ഒരു ഹൈ ട്രാൻസ്പിറേഷൻ കപ്പാസിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ഈ വുഡും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രോപ്പൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ കുഴിച്ചിടുന്ന ആ ഒരു മെത്തേഡാണ് ബയോ ഡ്രെയിനേജ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് സലൈനിറ്റി പ്രോബ്ലംസ്. എന്താണ് സലൈനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മണ്ണിലുള്ള കുറച്ച് മിനറൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടൻറ്റ്, സാൾട്ട് എന്നൊക്കെ പറയാം, അതിൻ്റെയൊക്കെ കണ്ടൻറ്റിൽ കൂടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാലോ ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. സോ അങ്ങനെ സലൈനിറ്റി പ്രോബ്ലംസ് ആണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. Characterized by accumulation of soluble salts like sodium chloride, sodium sulfate, calcium chloride, magnesium chloride. അതായത് നമ്മൾ ഈ സലൈനിറ്റി കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെ സാൾട്ടാണ്, സോഡിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ സോഡിയം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മാഗ്നീഷ്യം ക്ലോറൈഡ്, അങ്ങനെയൊക്കെയുള്ള സബ്സ്റ്റൻസ് ആണ് നമ്മൾ സലൈനിറ്റി പ്രോബ്ലംസിനെ നമ്മൾ സലൈനിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സബ്സ്റ്റൻസിൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ മണ്ണിലൊക്കെയുള്ള അതിൻ്റെ സോല്യൂബിലിറ്റി ഒക്കെയാണ് ഈ സലൈനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്താണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് മോർ ദാൻ എന്താണ് 4 ds/m. അതായത് നമ്മുടെ അതിലുള്ള ഈ ഒരു സാൾട്ട് എന്ന് പറഞ്ഞില്ലേ, ഈ സാൾട്ടിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, മോർ ദാൻ, അതിൻ്റെ ഒരു ഏകദേശ കണക്ക് 4ൻ്റെ ഉള്ളിൽ വേണമെന്നാണ്. പക്ഷേ അത് എന്ത് ചെയ്യും, 4 ds ഡെസിസിമെൻസ്/മീറ്റർ എന്നാണ് ds/m എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, 4-നേക്കാളും കൂടും. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഈ pH കണ്ടൻറ്റ് ഉണ്ട്, അതെന്ത് ചെയ്യും, 8-നേക്കാളും കൂടുതലാവും. ദെൻ ഹാവിങ് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് സോഡിയം. എന്ത് ചെയ്യും, നമ്മുടെ കാർബണേറ്റ്സ് അതുപോലെ തന്നെ ബൈകാർബണേറ്റ്സ് ഓഫ് സോഡിയത്തിൻ്റെ ഒക്കെ എന്ത് ചെയ്യും, ആ അംശമൊക്കെ ഈ സലൈനിറ്റി പ്രോബ്ലത്തിന് കാരണമാവും. ദെൻ ESP എക്സ്ചേഞ്ചബിൾ സോഡിയം പെർസെൻറ്റേജ് മോർ ദാൻ 50%. ESP എന്ന് പറയുന്നത് എക്സ്ചേഞ്ചബിൾ സോഡിയം പെർസെൻറ്റേജ് ആണ്. സോഡിയത്തിൻ്റെ ഒരു അളവിനെ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ് ESP എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, 15%-നെക്കാളും കൂടുതലായിട്ട് വരും. ദെൻ ഇതിന് കാരണങ്ങളാണ് എക്സസീവ് ഇറിഗേഷൻ. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണങ്ങൾ എന്താണ്, നമ്മൾ ഒരുപാട് ഇറിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ഈ വിളകൾക്കൊക്കെ ജലസേചനം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നേരിടും. ദെൻ റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് ഡിസോൾവ്ഡ് സാൾട്ട്സ് അണ്ടർ ഡ്രൈ ക്ലൈമറ്റ്. അതായത് നമ്മുടെ ഈ ഡ്രൈ ക്ലൈമറ്റിൽ, വരണ്ട കാലാവസ്ഥയിലൊക്കെ നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ സമയത്ത് മഴവെള്ളത്തിലൊക്കെ ഒരുപാട് എന്താ ഈ സാൾട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യും, നമ്മുടെ മണ്ണിലേക്ക് വന്നിട്ട് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. വാട്ടർ ഇവാപ്പറേറ്റ്സ് ലീവിങ് ബിഹൈൻഡ്
സാൾട്ട്സ്, അതായത് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എന്താണ്, ഈ ഒരു സാൾട്ടിനെയൊക്കെ നമ്മുടെ മണ്ണിൽ അവിടെ നിർത്തിയിട്ടാണ് ഇത് ഇവാപ്പറേറ്റ് ചെയ്തിട്ട്, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് നീരാവിയായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെന്താണ്, സലൈനിറ്റി പ്രോബ്ലത്തിനൊരു കാരണമാവും. ദെൻ അതിൻ്റെ എഫക്റ്റാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന്. സ്റ്റണ്ടഡ് പ്ലാന്റ് ഗ്രോത്ത്, അതായത് പ്ലാന്റിൻ്റെ, ചെടികളുടെയൊക്കെ ഗ്രോത്ത് എന്ത് ചെയ്യും, മുരടിച്ചു പോവും. അതുകൊണ്ട് തന്നെ എന്താണ്, ലോവർ ക്രോപ്പ് ഈൽഡ്സ്, നമുക്ക് കിട്ടേണ്ട ആ വിളവൊക്കെ എന്ത് ചെയ്യും, വളരെ കുറയും. ദെൻ അതിനുള്ള ഒരു റെമഡി, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ മറികടക്കുക എന്നുള്ളതാണ് ഫ്ലഷ് ഔട്ട് ഓഫ് സാൾട്ട് ബൈ അപ്ലൈയിങ് ഗുഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ. അതായത് നമ്മൾ സാൾട്ട് ഒഴിവാക്കേണ്ട, നമ്മൾ മണ്ണിലുള്ള സാൾട്ടൊക്കെ നല്ല ഗുഡ് ക്വാളിറ്റി വെള്ളം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുക. ദെൻ പ്രൊവൈഡ്സ് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് പൈപ്പ്സ്, ഭൂമിക്കടിയിലൂടെ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് പൈപ്പ്സിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, വാട്ടർ സർവീസസൊക്കെ നടത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സലൈനിറ്റി പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയാണ് ക്ലാസ് എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്